നിലവിലുള്ള നേതാക്കന്മാരിൽ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാര് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് 29% വോട്ട് ഷെയർ ഉണ്ട്. അമിത്ഷായ്ക്ക് അത് 20% മാത്രമാണ്. യോഗിക്ക് 19%, നിതിൻ ഗഡ്കരിക്ക് അത് 13%. മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള BJP നേതാക്കളിൽ അമിത്ഷാ തന്നെയാണ് മുന്നിൽ. 27% വോട്ട് ഷെയർ ഉണ്ട്. 25% വോട്ട് ഷെയറുമായി യോഗി ആദിത്യനാഥ് ഉണ്ട്. നിതിൻ ഗഡ്കരിക്ക് 15% വോട്ട് ഷെയറാണുള്ളത്. രാജ്നാഥ് സിംഗിന് 6%, ശിവരാജ് സിംഗ് ചൗഹാന് 3%മാണ് BJP നേതാക്കളിൽ വോട്ട് ഷെയർ. നേതാവെന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും മോദിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന രാഷ്ട്രീയ നേതാക്കളിൽ അല്ലെങ്കിൽ BJP നേതാക്കളിൽ പ്രമുഖൻ അമിത്ഷാ തന്നെയാണ്. 29%. 25% പിന്തുണയുമായി യോഗിയുണ്ട്. ഗഡ്കരിക്ക് 16% വോട്ട് ഷെയർ മാത്രമേ മോദിക്ക് നൽകുന്ന പിന്തുണയ്ക്കുള്ളൂ. മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു എന്ന് 35% പേർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ താഴ്ന്നു എന്ന് 32% പേരും, പഴയ സ്ഥിതി തുടരുകയാണ് എന്ന് 30% പേരും അഭിപ്രായപ്പെടുന്നു. നിലവിലെ മോദി സർക്കാർ ഏറ്റവും പരാജയപ്പെട്ട കാര്യങ്ങൾ ഏതിലാണ് എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായും പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ആണ്. 17%. തൊഴിലില്ലായ്മ തുടച്ചു നീക്കുന്നതിൽ 17% മാത്രമേ മോദി സർക്കാർ വിജയിച്ചുള്ളൂ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയുണ്ടായി എന്ന് 20% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ഭീകരത അഥവാ ടെററിസം തുടച്ചു നീക്കുന്നതിൽ 9% മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് സർവേ പറയുന്നു. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം നന്നായി ഇംപ്രൂവ് ചെയ്തു എന്ന് 51% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം താഴ്ന്നു എന്ന് 35% പേർ വോട്ട് ചെയ്തു. ആ ബന്ധം പഴയ രീതിയിൽ തുടരുന്നു എന്ന് 15% പേരാണ് റിപ്പോർട്ട് ചെയ്തത്.